ചുരുളി സിനിമയെ ചൊല്ലി നടൻ ജോജു ജോർജും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നേർക്കുനേർ. അവാർഡിന് അയക്കുമെന്ന് പറഞ്ഞ തെറിയുള്ള പതിപ്പ് OTTയിൽ റിലീസ് ചെയ്തത് വിഷമമുണ്ടാക്കിയെന്ന് ജോജു ജോർജ്. ഫെസ്റ്റിവൽ സിനിമ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ അഭിനയിപ്പിച്ചതെന്നും കുടുംബത്തെ വരെ മോശമായി ബാധിച്ചുവെന്നും ജോജു. എഗ്രിമെന്റ് പുറത്തുവിടാനും നടൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. പ്രതികരണം. ഇപ്പോൾ ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു. 3 ദിവസത്തേക്ക് ജോജുവിന് 6 ലക്ഷം രൂപയോളം നൽകിയതിന്റെ രേഖകളും സംവിധായകൻ പുറത്തുവിട്ടിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, നേർക്കുനേർ പോരാട്ടത്തിനാണോ, വാദപ്രതിവാദങ്ങളാണല്ലോ ഒരു സിനിമയെ ചൊല്ലി ലിജോയും ജോജുവും തമ്മിൽ? എന്താണ് സംഭവിക്കുന്നത്? ഡോക്ടർ അരുകുമാർ, 2021 പുറത്തിറങ്ങിയ ചുരുളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട 4 വർഷങ്ങൾക്കിപ്പുറം വിവാദമുണ്ടായിരിക്കുകയാണ്. ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ജോജു ജോർജ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങളാണ് വിവാദങ്ങളുടെ തുടക്കം. ആ ചിത്രത്തിന് തനിക്ക് കൃത്യമായി പ്രതിഫലം ലഭിച്ചിട്ടില്ല, തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചിത്രത്തിൽ അഭിനയിപ്പിച്ചത് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. തുടർന്ന് ജോജു ജോർജിന് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇന്ന് രംഗത്തെത്തി. അദ്ദേഹം ജോജുവിന് നൽകിയ പ്രതിഫലത്തിന്റെ രേഖകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. 3 ദിവസം അഭിനയിച്ചതിന് 6 ലക്ഷം രൂപയോളം നൽകിയതിന്റെ രേഖകളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരണമായി നൽകുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങളുമായി ജോജു ജോർജ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ എത്തിയത്. താൻ ഫെസ്റ്റിവൽ ചിത്രമാണ് എന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആ ചിത്രത്തിൽ അഭിനയിപ്പിച്ചത്. തെറി പറയുന്ന ഡയലോഗുകളുള്ള പതിപ്പിന് പുറമെ മറ്റൊരു പതിപ്പും ചിത്രീകരിച്ചിരുന്നു. പക്ഷേ OTTയിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിച്ചപ്പോൾ ഈ തെറി പറയുന്ന ഡയലോഗുകളുള്ള പതിപ്പ് ആ OTTക്ക് വിൽക്കുകയായിരുന്നു നിർമ്മാതാക്കൾ എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, തനിക്ക് ലഭിച്ച പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി പുറത്തുവിട്ട ഒരു തുണ്ട് കടലാസിനപ്പുറം ഈ സിനിമയുമായി ബന്ധപ്പെട്ട കരാറുകൾ അത് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? നമുക്ക് ഒന്ന് ജോജുവിന്റെ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ, പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിലാണ്, OTTയിലാണ് വന്നത്. അത് രണ്ടും സെയിം ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. തെറിയുള്ള വേർഷനാണ് വന്നത്. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTTയിൽ വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ്. എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു. അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ചെയ്യില്ലായിരുന്നു.